മമ്മൂട്ടി നായകനായി ഇനി വരാനിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്നാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് മമ്മൂട്ടി സിനിമയുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. കാരണം മമ്മൂട്ടിയുടെ കുറേ സിനിമകൾ വമ്പൻ സിനിമകളായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വർഷം ആദ്യമായിട്ട് ഇറങ്ങുന്ന സിനിമ എന്ന് പറയുന്നത് പേട്രിയറ്റ് എന്ന സിനിമയാണ്. മമ്മൂട്ടി നായകനാവുന്ന മൾട്ടി സ്റ്റാർ ചിത്രമാണ്. കുറെ വലിയ വലിയ താരങ്ങൾ അഭിനയിക്കുന്ന ചിത്രമാണ് ഇത്. ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് മഹേഷ് നാരായണൻ എന്ന സംവിധായകനാണ്. പിന്നെ ഈ ചിത്രം റിലീസിനെത്തുന്നത് ഏപ്രിൽ 23-ാം തീയതിയാണ്. അതുപോലെ തന്നെ ഇതിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ ട്രെയിലർ വന്നിട്ടില്ല. അതുകൊണ്ട് ട്രെയിലറിന്റെ അഭിപ്രായം എനിക്കറിയില്ല. നിങ്ങൾ എന്തായാലും അഭിപ്രായം കമന്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് മമ്മൂട്ടിയുടെ റിലീസിനെത്തുന്ന ഈ വർഷത്തെ സിനിമ എന്ന് പറയുന്നത് അത് മഹേഷ് നാരായണന്റെ സംവിധാനത്തിൽ വരുന്ന പാട്രിയറ്റ് ആണ്. രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് പദയാത്ര എന്ന് പറയുന്ന സിനിമയാണ്. അടൂർ ഗോപാലകൃഷ്ണനാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ പാക്കപ്പ് ആയിട്ടുണ്ട്. ഈ വർഷം തന്നെ ആയിരിക്കും സിനിമ റിലീസിനെത്തുന്നത്. ഇത് വലിയൊരു കൊമേഴ്ഷ്യൽ സിനിമയൊന്നുമല്ല. അഭിനയത്തിനൊക്കെ പ്രാധാന്യം നൽകുന്ന സിനിമയാണ്. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ അധികം ഒരു കളക്ഷൻ ഒന്നും നേടാൻ സാധ്യത വളരെ കുറവാണെന്നാണ് സംവിധായകൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. കാരണം ഇത് അങ്ങനത്തെ ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വർഷം തന്നെ ആയിരിക്കും പദയാത്ര എന്ന് പറയുന്ന സിനിമ റിലീസിനെത്താൻ പോകുന്നത്. അതുകൊണ്ട് പദയാത്ര എന്ന സിനിമയ്ക്ക് നിങ്ങൾക്ക് കാണണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ പദയാത്ര എന്ന സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ചിത്രം എന്ന് പറയുന്നത് ബ്ലാക്ക് 201 എന്ന ചിത്രമാണ്. പിന്നെ ഒരു പറയാനുള്ള കാര്യം, ഞാൻ ഈ അടുത്ത ചിത്രം എന്ന് പറയുന്നത് ഓർഡറിൽ ഇറങ്ങണമെന്നൊന്നുമില്ല കേട്ടോ. ഇത് ലൈനപ്പ് രീതിയിൽ പറയുന്നു എന്നുള്ളൂ. അപ്പോൾ ബ്ലാക്ക് 201 എന്ന ചിത്രമാണ് മമ്മൂട്ടി നായകനാവുന്ന ചിത്രം. രഞ്ജിത്താണ് ഈ ചിത്രം ഡയറക്റ്റ് ചെയ്യുന്നത്. സിനിമയുടെ ഷൂട്ടിംഗ് ഒന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കൂ. അടുത്തൊരു വമ്പൻ ചിത്രമാണ്. അതായത് പേര് തന്നെ വലിയ ഹിറ്റായ ചിത്രമാണ് മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ചിത്രം. ഈ ചിത്രം വരാൻ പോകുന്നത് എപ്പോഴാണെന്ന് എനിക്കറിയില്ലെങ്കിൽ കൂടെ ഇതിനകത്ത് ആസിഫ് അലിയും നസ്ലിനും ഒക്കെ പ്രധാന വേഷങ്ങളിൽ എത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ഒരു മമ്മൂട്ടി ചിത്രം വരുന്നുണ്ട്. കട്ട വെയിറ്റിംഗ് ആണ്. നിങ്ങളും കട്ട വെയിറ്റിംഗ് ആണെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുക. അപ്പോൾ എന്തായാലും മട്ടാഞ്ചേരി മാഫിയ എന്ന ചിത്രവും മമ്മൂട്ടിയുടെ സിനിമയിൽ ഉണ്ട്. ഇനി പറയാൻ പോകുന്ന ചിത്രം എന്ന് പറയുന്നത് ചെറിയതായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ള ചിത്രമാണ്. അതായത് മമ്മൂട്ടി നായകനാവുന്ന CBI 5 എന്ന ചിത്രമാണ്. ഈ ചിത്രം എഴുതുന്നത് നമ്മുടെ രേഖാചിത്രം എഴുതിയിട്ടുള്ള ഒരാളാണ് എഴുതുന്നത്. അതുപോലെ തന്നെ ജോഫിൻ ടി ചാക്കോയാണ് സംവിധാനം ചെയ്യുന്നതെന്നൊക്കെയാണ് പറയുന്നത്. ഇത് നടക്കുമെന്ന് ഒരു വലിയ രീതിയിലുള്ള ഉറപ്പൊന്നുമില്ല. എന്തായാലും കേട്ടപ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ചിത്രത്തിലേക്ക് പോകാം. അടുത്തത് മിഥുൻ മാനുവൽ തോമസ് മമ്മൂട്ടി മൂവി. മിഥുൻ മാനുവൽ തോമസും മമ്മൂട്ടിയും കൂടെ അടുത്തൊരു ചിത്രം വരുന്നുണ്ട്. ആ ചിത്രം ഒരു ത്രില്ലർ ചിത്രമായിരിക്കുമെന്നാണ് കേൾക്കുന്നത്. ഇതിനെക്കുറിച്ച് വേറൊരു വലിയ വ്യക്തമായിട്ടുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമ വരട്ടെ. അതുപോലെ തന്നെ നമുക്ക് കാത്തിരിക്കാം. അടുത്ത ചിത്രം എന്ന് പറയുന്നത് ലോക ചാപ്റ്റർ 2 എന്ന് പറയുന്ന സിനിമയാണ്. ഇതിലെ നായകൻ ടോവിനോ തോമസ് ആണ്. ഇതിൽ മമ്മൂട്ടി മൂത്തോൻ എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്നുണ്ട്. ഈ സിനിമയിൽ ലോക ചാപ്റ്റർ 2 എന്ന സിനിമയിൽ മൂത്തോനെ നല്ല രീതിയിൽ കാണിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതൊരു ക്യാമിയോ റോൾ ആണെങ്കിൽ പോലും മൂത്തോൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ലോക സിനിമ കണ്ടിട്ടുള്ളവർക്ക് എന്തായാലും മനസ്സിലാകും. അപ്പോൾ മമ്മൂട്ടിയുടെ മൂത്തോൻ എന്ന കഥാപാത്രം ലോക ചാപ്റ്റർ 2 സിനിമയിൽ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെയാണ് മമ്മൂട്ടിയുടെ വരാനിരിക്കുന്ന സിനിമകൾ എന്ന വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ബൈ.